പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹൈറിച്ചിൻ്റെ സുപ്രധാനമായിട്ടുള്ളൊരു കേസ് നിന്നുണ്ടായിരുന്നു. ആ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ബഡ്സിന് പകരമായിട്ടുള്ള ഒരു കേസാണ്. ബഡ്സിൽ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പുതുതായിട്ട് ഒരു നിയമം തന്നെ ഉണ്ടാക്കുകയാണ്. ഹൈറിച്ച് സെറ്റിൽമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട്. അതിൽ സാധാരണഗതിയിൽ ഈ പൈസ കൊടുക്കാനുള്ള ആൾക്കാരെ കണ്ടെത്തുന്നത് അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കളക്ടർ പബ്ലിക് നോട്ടീസ് എടുക്കും. ഈ ഇന്ന കമ്പനിയിൽ പൈസ നഷ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ പരാതി പറയണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കാറ്. എന്നാൽ ഇവരുടെ പുതിയ സെറ്റിൽമെൻറ്റ് പ്രകാരം സേവ് ഹൈറിച്ച് ഫോറവും ഹൈറിച്ച് റിവൈവൽ സൊസൈറ്റിയും പറയും ആരൊക്കെയാണ് പണം പോയിരിക്കുന്നത്, അവർക്ക് ആർക്കൊക്കെയാണ് പണം കൊടുക്കേണ്ടത് എന്ന് അവർ പറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. കലക്ടറുടെയും അവിടെയൊക്കെ പണി സേവ് ഹൈറിച്ച് ഫോറം റിവൈവൽ സൊസൈറ്റി എന്നിവരൊക്കെ എടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ കേസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് നവംബർ മാസത്തിലത്തെ ജനുവരിയിലേക്ക് മാറ്റിയതാണ്. ഇതൊരു വലിയ കാര്യമായിട്ടുള്ള കേസല്ല, എന്നാലും സർക്കാരിനോട് മറുപടി ചോദിച്ചിട്ട് അത് മാറ്റി വെച്ചിരുന്നായിരുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിയന്തരമായിട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു IA ഫയൽ ചെയ്തു. ഇവരുടെ പരിപാടി അതാണല്ലോ, അടിയന്തരമായിട്ട് കേൾക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കേൾക്കണം എന്ന് പറഞ്ഞ ദിവസം ഈ അടിയന്തരമായിട്ട് കേൾക്കണം എന്ന് പറഞ്ഞ ആൾ വരാതിരുന്നു. എന്താ അവസ്ഥ അല്ലേ? ഈ പറഞ്ഞ് പറ്റിക്കലിനല്ലേ, നീ നാളെ ഇന്ന സ്ഥലത്ത് വരണം, എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവരെയും വിളിച്ച ആൾ വരാണ്ടെന്നാലും ഇങ്ങനെ ഉണ്ടാവും. അതേ അവസ്ഥയാണ് ഇവർ. അങ്ങനെ ഡിസംബർ 2-ാം തീയതി വെച്ചപ്പോൾ ഇവരുടെ വക്കീൽ തന്നെ വന്നില്ല. എന്നിട്ട് ആ കേസാണ് അത് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നത്. ഇന്ന് മാറ്റിവെച്ചപ്പോൾ ജഡ്ജി കേസ് നമ്പർ 159 ഒരു 12 മണി കഴിഞ്ഞിട്ടാണ് ഇതെടുത്തത്. ആ സമയത്ത് ഈ കേസ് വിളിച്ച സമയത്ത് തന്നെ ഇവരുടെ മറ്റേ വക്കീൽ വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ സൂമിലൊക്കെ കാണുന്ന ആ വക്കീൽ വന്നിട്ടില്ല. ആ വക്കീലാണ് ഇതിൻ്റെ ശരിയായ വക്കീൽ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, 35,000 വക്കാലത്തൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ കേസ് വന്നിരിക്കുന്നത്. 35,000 വക്കാലത്ത്, അത് എവിടെയും പറയുന്നത് കേൾക്കുന്നില്ല ഇപ്പം. ആ വക്കാലത്തും അതിന് വേണ്ടി വരുന്നതും എല്ലാം വെറുതെ ആവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെറുതെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് കേസ് വിളിക്കുന്നു. ഇവരുടെ വക്കീൽ, ഇവരുടെ ജൂനിയർമാർ എണീച്ച് നിൽക്കുന്നു. ജഡ്ജി ചോദിച്ചു, വാട്ട് യു വാണ്ട്? നമുക്കിന്ന് നീട്ടി വെക്കണം സാർ. അത് നീട്ടി വെച്ചു. വെക്കേഷൻ കഴിഞ്ഞിട്ട് നീട്ടി വെച്ചു. അത് ജനുവരി 20 നീട്ടി വെച്ചിരിക്കുക. എൻ്റെ ആകുമ്പോൾ ഇനിയും 1 മാസത്തിലധികം ഉണ്ട്. 1 മാസവും 2 ദിവസവും കിടക്കാണ് ഈ കേസ് അത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ്, ഇവർക്കെതിരെ FIR ഇട്ട എല്ലാവരെയും അതിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. കുറച്ചൊരു 60-ലധികം ആൾക്കാരെ അതിൽ കക്ഷിയാക്കിയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അവർക്കൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവർക്ക് അമുക്കാന്നാണ് ഇവർ വിചാരിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് ലീഡർമാർക്കൊക്കെ വീതിച്ചെടുക്കാം, ജിനിലിനെക്കാട്ടിയും വലിയ ലീഡറാവാം എന്നൊക്കെയാണ് ഇവന്മാർ വിചാരിച്ചിരിക്കുന്നത്. കഴിഞ്ഞാൽ ഇവർ ഇത്രയും 3 വർഷം ജയിൽ വിളിച്ചതല്ലേ, അപ്പോൾ അതിൻ്റേതായുള്ള വരുമാനം കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇവന്മാർ വിചാരിച്ചിരിക്കുന്നത്. അത് വെറുതെ ഒരു കേസ് കൊടുക്കുക, അത് നീട്ടുക, എന്നിട്ട് നമ്മൾ പുറമേ പറഞ്ഞു നടക്കുക, നമ്മൾ ഹൈക്കോടതിയിൽ ഭയങ്കരമായിട്ട് കേസ് നടത്തുകയാണ് എന്ന്. അപ്പോൾ ഇതൊക്കെ അറിയുന്നവർക്ക് അറിയാം, അവിടെ കേസ് കൊടുത്തിട്ട് ഒന്നിക്കൽ വക്കീൽ കയറില്ല, അല്ലെങ്കിൽ നീട്ടാൻ പറയും. ഈ 2 കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇതൊരു പ്രധാനമില്ലാത്തൊരു കേസാണ്. സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് സർക്കാർ തന്നെ അന്ന് പറഞ്ഞു ഇത് ബഡ്സ് നിയമം ഇവിടെയുണ്ട്. ജഡ്ജി തന്നെ പറഞ്ഞു ഇവിടെ ബഡ്സ് നിയമം ഉണ്ടാകുമ്പോൾ നിൻ്റെ ഈ പ്രൈവറ്റ് നിയമം എന്തിനാടാന്ന്. അതൊക്കെ അങ്ങനെ ചോദിച്ചതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യം അവിടെ കിടക്കട്ടെ. ഈ കേസ് മാറ്റിവെച്ചു എന്ന് പറഞ്ഞതിന് പിന്നെ നമ്മുടെ പിന്നിലൂടെയുള്ള നടപടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് ഒന്നും തോന്നില്ല.
കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് നിങ്ങളോടൊക്കെ പറയുന്നത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് നിന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അവർ ശ്രീനയെ വിളിക്കുന്നു, ശ്രീന ഫോൺ എടുക്കുന്നില്ല. ശ്രീനയൊക്കെ നല്ല ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോലും വിളിക്കാത്ത ചീത്തയൊക്കെയാണ് ശ്രീനേനെ വിളിക്കുന്നത്. നല്ല നാടൻ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങൾ ഒരു 2 വർഷം ആയി ഈ കേസ് ഇങ്ങനെ പോകുന്നു. നിങ്ങൾ 2 വർഷമൊന്നും വേണ്ട, ഒരു വർഷം മുമ്പേ ഈ സെഷൻസ് കോടതിയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന വിധി, രണ്ടാമത് വന്നിരിക്കുന്ന വിധി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ലീഡർമാരെന്തോ പറഞ്ഞോട്ടെ, പക്ഷേങ്കിൽ ജനങ്ങൾ പ്രതികരിച്ചിരുന്നെങ്കിൽ ഈ കേസ് എന്നോ ആയനെ. അല്ലെങ്കിൽ ശ്രീന പ്രതാപനെ ഇത്തരത്തിൽ ശല്യപ്പെടുത്തിയിരുന്നെങ്കിൽ, ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിൽ ഇവരുടെ അയ്യായിട്ട് കളിയും ഒന്നും നടക്കില്ലായിരുന്നു. 23 സിറ്റിങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ്. 23 സിറ്റിങ്ങുകളിൽ വെറും 3 സിറ്റിംഗ് കൊണ്ടാണ് കഴിഞ്ഞ അപ്പീൽ തീരുമാനമായത്. എന്നാൽ ഇവിടെ 23 സിറ്റിംഗ് ഉണ്ടായിട്ടും തീരുമാനമായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് പോകാൻ നോക്കുന്നു, വിളിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നറിയുന്ന ഒരുപാട് ആൾക്കാർ FIR ഇടാൻ വേണ്ടിയിട്ട് ഞാൻ FIR ഇടും എന്നൊക്കെ പറയുന്നു. അയ്യോ FIR ഇടല്ലേ, FIR ഇട്ട് കഴിഞ്ഞാൽ കേസ് നീണ്ടു പോകുമേ എന്ന് പറയുന്നു ചില ആൾക്കാർ. സൊസൈറ്റിയുടെ ആൾക്കാർ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ, ശ്രമങ്ങളെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി എന്നൊക്കെ പറയുന്നത് ആൾക്കാർ ശരിക്ക് അവരുടെ ആ ഒരു ആട്ടിൻതോലിട്ട ചെന്നായിയാണ്. അപ്പോൾ ആ ആട്ടിൻതോലൊക്കെ ശരിക്ക് കീറി ഇപ്പം ശരിക്ക് ചെന്നായിയുടെ രൂപം ശരിക്കും മനസ്സിലാകുന്നുണ്ട്. അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് പൈസ ഉണ്ടാക്കിയ ആൾക്കാർ, കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെയാണ് ആ സൊസൈറ്റിയിലുള്ളത്. എന്നുവെച്ചാൽ അവർ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുത്തത് തന്നെ ഇത് വാർഷിക ഫീസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിരിക്കുകയാണ്. അവരുടെ 2ാമത്തെ വർഷത്തെ ഫീസ് വാങ്ങിക്കാനായി. അപ്പോൾ അവർക്കറിയാം ഇത് ഇപ്പോൾ ഒന്നും തീരൂല. അതുകൊണ്ടാണ് ഇതിൻ്റെ മെമ്പർഷിപ്പും സൊസൈറ്റി എന്നൊക്കെ രീതിയിലൊക്കെ ഇവർ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൂട്ടായ്മ, അസോസിയേഷൻ, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവർ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞത് അത് കാലാകാലങ്ങൾ നീണ്ടു നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ സൊസൈറ്റിയൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങളെന്തായാലും വൈകിപ്പോയി മക്കളെ, വൈകിപ്പോയി. നിങ്ങൾ തന്നെ നിങ്ങളുടെ സമയം കളഞ്ഞു. ഈ സമയത്തൊക്കെ നിങ്ങൾ ഈ നഷ്ടപ്പെടുത്തിയ സമയത്തിനൊക്കെ നിങ്ങൾ പലിശ കൊടുക്കണമെന്ന് നിങ്ങൾ ഓർക്കുക. ഇനിയും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന എല്ലാ സമയത്തിനും പലിശ കൊടുക്കണം. അപ്പോൾ ജനകീയമായിട്ട് നല്ല രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവണം. നിങ്ങൾക്ക് എല്ലാവർക്കും പണം കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയ എല്ലാവരും നിയമത്തിൻ്റെ മുന്നിലേക്ക് വരണം. അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.